السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ റമദാൻ മാസം സമാഗതമായാൽ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മ ജീവിതത്തിൽ ധാരാളമായി ചെയ്ത ആളുകൾക്ക് ആ തിന്മയിൽ നിന്ന് വിരമിക്കുവാനുമുള്ള ഒരു വലിയ അവസരമായിക്കൊണ്ടാണ് റമദാൻ നമ്മുടെ മുമ്പിൽ എത്തിയിരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. റമദാനിന്റെ മാസപ്പിറവി ദൃശ്യമായാൽ ഫയുനാദിയൽ മുനാദി, വിളിച്ചു പറയാൻ ഏർപ്പെടുത്തപ്പെട്ട മലക്കുകൾ ആകാശത്തുനിന്ന് വിളിച്ചു പറയും, വയാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മയാഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വരാം. വയാ ബാഗിയ ശർ അഖ്സിർ, ജീവിതത്തിൽ തിന്മകൾ അധികരിപ്പിച്ചവരെ നിങ്ങൾ ആ തിന്മയിൽ നിന്ന് വിട്ടുമാറി നിൽക്കണം എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ്. അഥവാ ജീവിതത്തിലെ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള വലിയ അവസരമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ റമദാനിനെ നമുക്ക് നൽകിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്വത്തെ, ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ മദീനക്കടുത്ത് താമസമാക്കിയിരുന്ന ബനൂ ഉദർ ഗോത്രത്തിലെ രണ്ടാളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. ആ രണ്ടാളുകളിൽ ഒരാൾ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നവരാണ്. ഒന്നാമത്തെയാൾ ഷഹീദായതിനു ശേഷം ഏകദേശം 1 വർഷത്തോളം അധികം ആയുസ് ലഭിച്ച, എന്നാൽ സാധാരണ മരണം കൈവരിച്ച രണ്ടാമത്തെയാൾ. ഈ രണ്ടാളുകളും സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ കവാടത്തിങ്കിൽ വെച്ച് ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മുൻകടന്നുകൊണ്ട് 1 വർഷം അധികം ആയുസ് ലഭിച്ച ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതമായി. രക്തസാക്ഷിയായ ഒരു മനുഷ്യനെ മറികടന്ന്, രക്തസാക്ഷിയായ ഒരു മനുഷ്യനെ മുൻകടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് പ്രത്യേകതയാണ് ഇയാൾക്കുള്ളത് എന്നാണ്. തുൽഹ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത ദിവസം റസൂലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, റസൂലേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ബനൂ ഉദർ ഗോത്രത്തിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച ആ രണ്ടാളുകളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ രണ്ടാളുകളിൽ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യരെക്കാളും ആയുസ് അധികമായി ലഭിച്ച ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതമായി. റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, രണ്ടാമതായി മരണപ്പെട്ട ആയുസ് നീട്ടിക്കിട്ടിയ ആ മനുഷ്യൻ, അയാൾക്ക് തന്റെ ജീവിതത്തിൽ അധികമായി ലഭിച്ച ആ 1 വർഷത്തിൽ
പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുവാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നാണ്. സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ ഉണ്ട്. അധികമായി ലഭിച്ച ആയുസ്സിൽ, ഒരു വർഷത്തെ ആയുസ്സിൽ നോമ്പനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ രണ്ടാമത്തെ ചോദ്യം, ആ ഒരു വർഷത്തിൽ അയാൾ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നോ? സ്വഹാബത്ത് പറഞ്ഞു, ഉണ്ട് റസൂലേ, ഒരു നമസ്കാരം പോലും അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല. റസൂൽ പറഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ആ രണ്ട് മനുഷ്യർ സ്വർഗത്തിലാണെങ്കിലും ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട് അവരുടെ രണ്ട് സ്ഥാനങ്ങൾ തമ്മിലെന്ന് റസൂൽ പഠിപ്പിച്ചു. നമ്മളെക്കാളും അല്ലെങ്കിൽ മുൻപ് മരണപ്പെട്ടവരെക്കാളും ഒരു നോമ്പ് അധികമായി ലഭിച്ചവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്ത് നേട്ടമാണ് ഈ റമദാനിന്റെ 2 ഭാഗം കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത്? ഇനി നമ്മുടെ മുമ്പിലുള്ളത് കേവലം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പുണ്യങ്ങളുടെ പൂക്കാലമായ വസന്തകാലമായ ഈ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞു പോയ 20 ദിവസത്തെ നോമ്പുകൾ പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കേണ്ട, എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള വലിയ അവസരമായി കൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള ദിനരാത്രികൾ നമ്മൾ സമീപിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന ഇദാ ദഖല അൽ-അശ്റു അഹ്യ അൽ-ലൈല വശദ്ദ അൽ-മിഅ്സറ വഅയ്ഖള അഹ്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യ അൽ-ലൈല, റസൂൽ രാത്രികളെ ജീവനുള്ളതാക്കുമായിരുന്നു. വശദ്ദ അൽ-മിഅ്സറ, റസൂലിന്റെ അരക്കെട്ട്, മുണ്ടിന്റെ അരക്കെട്ട് മുറുക്കിയെടുക്കുമായിരുന്നു. വഅയ്ഖള അഹ്ല, റസൂലിന്റെ വീട്ടുകാരെ രാത്രിയിൽ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തി ഇബാദത്തുകൾക്ക് സജ്ജമാക്കുമായിരുന്നു. ആരായിരുന്നു റസൂൽ? ഒരു തിന്മയും ചെയ്യാത്ത റസൂൽ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ദീർഘമായ ഖുർആൻ പാരായണം ചെയ്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആന്റെ പാരായണം നടത്തി നമസ്കരിച്ച റസൂൽ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, റസൂലേ, നിങ്ങൾ എന്ത് തെറ്റു ചെയ്തിട്ടാണ് റസൂലേ ഇത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കരയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ കവിൾത്തടത്തിലൂടെ ചാലിത്തൊഴുകി നിങ്ങളുടെ നീളമുള്ള താടി രോമങ്ങളിലൂടെ ആ കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. റസൂലെ, നിങ്ങളുടെ കമീസ് നനയുമാറ്, റസൂലെ, നിങ്ങൾ നിന്ന് നമസ്കരിക്കുന്ന മണൽത്തരികൾ പോലും നനയുമാറ്. എന്തിനാണ് റസൂലെ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് റസൂലെ നിങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം ദൈർഘ്യമായി കാലിൽ നീര് വരുവാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്? പ്രവാചകന്റെ മറുപടി, ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറ, അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന, പടച്ച റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയായിക്കൊണ്ട് ആയിഷ എനിക്ക് എന്റെ ജീവിതത്തിൽ മാറണ്ടേ എന്നാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകനെ കുറിച്ച് ആയിഷ ബീവി പറയുന്നു, അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. റസൂലിന്റെ അരക്കെട്ട് മുറുക്കിയെടുക്കുമായിരുന്നു. റസൂലിന്റെ വീട്ടുകാരെ, ഭാര്യമാരെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചുണർത്തുമായിരുന്നു. സഹോദരങ്ങളെ, ഇനിയൊരു അവസരം എനിക്കോ നിങ്ങൾക്കോ ലഭിച്ചു കൊള്ളണമെന്നില്ല. നാളത്തെ പ്രഭാതത്തെ കാണുവാൻ ഞാനും നിങ്ങളും എത്ര പേരുണ്ടാവുമെന്ന് ഉറപ്പ് നമുക്കില്ല. ഒരുപക്ഷെ ഈ കാണുന്ന കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് നമസ്കാരമായിരിക്കും നാളെ ഈ പള്ളിയിൽ ആദ്യമായി നടക്കാനിരിക്കുക. സഹോദരങ്ങളെ, വലിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മിനിറ്റുകളാണെങ്കിലും സെക്കൻഡുകളാണെങ്കിലും മണിക്കൂറുകളാണെങ്കിലും നിമിഷങ്ങളാണെങ്കിലും പരമാവധി ഇനിയുള്ള സമയം ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2-3 കാര്യങ്ങൾ, അവസാനത്തെ 10ൽ അധികരിപ്പിക്കേണ്ട 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഒന്നാമത്തേത് സ്വതക്കകളാണ്, ദാനധർമ്മങ്ങളാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തെ പരിചയപ്പെടുത്തുമ്പോൾ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് കാണാം, ഷഹ്റു റമദാൻ ഷഹ്റുൽ ഖുർആൻ. റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണ്. അതോടൊപ്പം ചേർത്ത് പറഞ്ഞു, സ്വതക്കകളുടെ കൂടെ ഒരു മാസമാണ് റമദാൻ മാസം. നമ്മുടെ സക്കാത്ത് വിഹിതം നോക്കി നൽകിയവരുണ്ട് ഈ കൂട്ടത്തിൽ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് സ്വതക്കയും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ നഖസതു സദഖത്തും മിൻ മാലി, നിങ്ങൾ സ്വതക്ക നൽകി എന്ന കാരണം കൊണ്ട് നിങ്ങളുടെ സമ്പത്തിൽ ഒരു കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുകയില്ല എന്നാണ്. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ ആകാശലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആ 2 മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഹദീസിൽ കാണാം, ഫയഖൂലു അഹദുഹുമാ, ആ 2 മലക്കുകൾ ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫൻ, അല്ലാഹുവേ നീ നൽകിയ സമ്പത്ത് ഇസ്ലാമിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ, പടച്ച റബ്ബേ നീ നൽകിയ നിന്റെ അനുഗ്രഹമാകുന്ന പരീക്ഷണമാകുന്ന ഫിത്നയാകുന്ന സമ്പത്ത് പാവപ്പെട്ടവർക്ക് നൽകിയവർ, സാധുക്കളെയും ഫഖീറുമാരെയും മിസ്കീനുമാരെയും പരിഗണിച്ചവർ, അല്ലാഹുവേ അഅതി മുൻഫിഖൻ ഖലഫ, അവർക്ക് ആ സമ്പത്തിന് പകരമായി കൊണ്ട് നീ അധികരിപ്പിച്ചു കൊടുക്കണേ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കുമെന്നാൽ, രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ നീ നൽകിയ സമ്പത്ത് ചെലവഴിക്കാതെ, നീ നൽകിയ സമ്പത്ത് ദാനധർമ്മങ്ങൾ നടത്താതെ അതിനെ പിശുക്ക് കാരണത്താൽ പിടിച്ചു വെക്കുന്ന ആളുകൾ, പിശുക്കന്മാർ, അവരുടെ ആ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാൽ. ഇബ്നു ബത്താൽ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ്. 2 മലക്കുകളും ഓരോ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ പ്രാർത്ഥന, പടച്ച റബ്ബേ സമ്പത്ത് ചിലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണേ എന്നാണ്. രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ നീ നൽകിയ സമ്പത്ത് പിശുക്ക് കാരണത്താൽ പിടിച്ചു വെക്കുന്നവനെ അവന്റെ സമ്പത്ത് നീ നശിപ്പിക്കണമെന്നാൽ. സഹോദരങ്ങളെ, ആ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യും എന്ന് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വതക്ക നിർവഹിക്കുവാൻ ഓരോ വക്തിലും നമ്മുടെ പള്ളികളിൽ, നമ്മുടെ വീടുകളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് പുലർച്ച മുതലേ ആളുകൾ കടന്നു വരും. യാചനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ചോദിച്ചു വരുന്നവനെ ആട്ടി ഓടിക്കരുത് എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിലക്ക് സാധുക്കളെയും ഫഖീറുമാരെയും മിസ്കീനുമാരെയും പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രവർത്തനം ഒന്ന് ഇഅ്തികാഫാൻ. നമുക്കറിയാലോ, ഈ അവസാനത്തെ 10 നമ്മുടെ പള്ളികൾ സജീവമാകുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവിടെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഹത്താ തവഫാഉല്ലാഹ്, ഏതുവരെ? അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു മരിപ്പിക്കുന്നതുവരെ. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദി, വഫാത്തിനു ശേഷം, റസൂലിന്റെ വഫാത്തിനു ശേഷം റസൂലിന്റെ ഭാര്യമാർ അവർ ഇഅ്തികാഫിരിക്കുമായിരുന്നു എന്നാൽ. നമ്മുടെ പള്ളികൾ ഇനിയുള്ള ദിവസങ്ങളിൽ, രാത്രികളിൽ നമ്മുടെ പള്ളികളിൽ നമ്മൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ ഓതിയും പാരായണം ചെയ്തും അത് പഠിച്ചും ദിക്റുകളും ദുആകളും ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിച്ച്, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ച് നമ്മുടെ പള്ളികൾ മനസ്സുകൊണ്ട്, ഈമാനികമായ ഊർജം കൊണ്ട് അതിനെ സജീവമാക്കുവാൻ സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാകണം. സ്ത്രീകൾക്കും ഇഅ്തികാഫിരിക്കാം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഇഅ്തികാഫിരിക്കാം നമ്മുടെ പള്ളികളിൽ, വിശുദ്ധ ഖുർആന്റെ പാരായണത്തോടെ, നമസ്കാരങ്ങളോടുകൂടെ, അതുപോലെ തന്നെ ദിക്റുകളും ദുആകളുമായിക്കൊണ്ട് ഈ രാത്രികൾ സജീവമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം പാപമോചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിലേക്ക് കയറിയപ്പോൾ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ സന്ദർഭം നമുക്കറിയാം. പ്രവാചകൻ ഖുതുബ നിർവഹിച്ച് മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോ സഹാബത്ത് ചോദിച്ചു, റസൂലേ എന്താണ് പതിവില്ലാതെ ഒരു ആമീൻ പറച്ചിൽ? റസൂൽ പറഞ്ഞു, സഹാബ, ഞാൻ മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ എന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറയുകയുണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വെച്ചപ്പോ ജിബ്രീൽ അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത്തെ കാൽപാദം വെച്ചപ്പോൾ ജിബ്രീൽ മൂന്നാമതും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ സമയത്തും ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറയുകയുണ്ടായി. ഏതാണ് ആ പ്രാർത്ഥന? മൂന്നാമത്തെ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ അവസരമുണ്ടായിട്ടും അവന്റെ തെറ്റുകുറ്റങ്ങൾ മായ്ക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, റഹിമ അൻഫു റജുലിൻ, അവൻ മുഖം കുത്തി നശിച്ചു പോകട്ടെ, അവൻ നരകത്തിലാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ,
20 ദിവസം കടന്നുപോയി. നോമ്പുകാരനായി മറ്റാരെക്കാളും വലിയ ഭാഗ്യം ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ലഭിച്ചു. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടി എന്ന് പറയാൻ എന്ത് സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ് വസ്തഗ്ഫിറൂ, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. ഫഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗമി 100 മറ, ഒരു ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒരു ദിവസത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യലുണ്ട്. നമ്മൾ എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലൽ? നമസ്കാരം കഴിഞ്ഞാൽ യാന്ത്രികമായി കൊണ്ട് വന്നു പോകുന്ന ഒരു പദമുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ്. 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എപ്പോഴാണ് സഹോദരങ്ങളെ ഇസ്തിഗ്ഫാർ നമ്മൾ സമയം കണ്ടെത്തൽ? പ്രവാചകൻ പറഞ്ഞില്ലേ, സലാസു ദഅവാത്തിൻ മുസ്തജാബുൻ, 3 പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകും. ഏതൊക്കെയാണ് 3 പ്രാർത്ഥനകൾ? ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. വദഅവത്തു മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. പ്രവാചകൻ പറഞ്ഞു, ദഅവത്തു സ്വായിം ഹീന യുഫ്തറു, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് അല്ലാഹു അതിനെ വെറുതെ മടക്കുകയില്ല എന്നാണ്. നോമ്പ് തുറക്കുന്ന തൊട്ടു മുമ്പുള്ള സമയം, ബാങ്ക് വിളിക്കുന്നതിന്റെ ആ ഒരു തൊട്ടു മുമ്പുള്ള സമയം നോമ്പുകാരൻ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്നാൽ സഹോദരങ്ങളെ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, ദുആകൾ ചൊല്ലാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളായിക്കൊണ്ട് ഇസ്തിഗ്ഫാറുകളും തൗബകളും അധികരിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആയിഷ ബീവി ചോദിച്ചില്ല, റസൂലേ, റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഞങ്ങൾ എന്തു പ്രാർത്ഥനയാണ് അധികരിപ്പിക്കേണ്ടത്? റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ചുറ്റുപാടുകളും ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളും ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും പടച്ച റബ്ബ് വാരിക്കോരി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ആ റബ്ബിങ്കലേക്ക് അടുക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഇസ്തിഗ്ഫാറുകൾ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ, ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത റസൂല് ഉപമയായി കൊണ്ട് സഹാബത്തിന് ചോദിച്ചു, ഒരു മനുഷ്യൻ, ഒരു ഉമ്മ തന്റെ മകനെ തെരഞ്ഞന്വേഷിച്ച് നടക്കുകയാണ്. ആ ഉമ്മ ഒരുപാട് മകനെ അന്വേഷിച്ചു, മകനെ കണ്ടെത്താനായില്ല. ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ട് ഉമ്മ കുഴഞ്ഞു വീഴുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ആ ഉമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. റസൂൽ കരീം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ഉമ്മയുടെ ബോധം തിരിച്ചു കിട്ടി. ഉമ്മ ചോദിച്ചു, യാ ബുനയ്യ അയ്ന അൻത്, പൊന്നുമോനെ നീ എവിടെയാണ്? നിന്നെ കാണാനില്ലല്ലോ. ഈ ആൾക്കൂട്ടത്തിനിടക്ക് എന്റെ മോനെ എനിക്ക് നഷ്ടമായി എന്ന് വിലപിച്ചു കരഞ്ഞുകൊണ്ട് ആ ഉമ്മ വീണ്ടും ബോധരഹിതയായിക്കൊണ്ട് വീഴുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന്. ഉമ്മക്ക് രണ്ടാമത് വീണ്ടും ബോധം വന്നു. ഉമ്മ ബോധം വന്ന ഉടനെ ചോദിച്ചു, യാ ബുനയ്യ അയ്ന അൻത്, പൊന്നുമോനെ നീ എവിടെയാണ്? അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമതും ഉമ്മ ബോധക്ഷയായിക്കൊണ്ട് വീഴുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യം ബോധം തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്റെ പൊന്നുമോൻ ഉമ്മയുടെ ചാരത്ത് നിൽക്കുന്നത് ആ ഉമ്മ കാണുകയാണ്. ഉമ്മ മകനെ ചേർത്ത് പിടിച്ചു. ശരീരമാസകലം ചുംബനങ്ങൾ കൊണ്ട് ആ ഉമ്മയുടെ സ്നേഹപ്രകടനം ആ മകന്റെ മേൽ ഉമ്മ അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. സ്വഹാബത്തിനോട് റസൂൽ ചോദിച്ചു, സ്വഹാബ, ആ മകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത്, ആ മകനെ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത് ആ ഉമ്മ ഇഷ്ടപ്പെടുമോ എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് സഹാബത്ത് പറഞ്ഞു, റസൂലേ, തീക്കുണ്ടാരത്തിൽ പോയിട്ട് ആ മകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ആ ഉമ്മക്ക് ഇഷ്ടമുണ്ടാവില്ല. റസൂൽ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പടച്ച റബ്ബിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, അള്ളാഹുവിലേക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോ ആ ഉമ്മക്ക് തന്റെ മകനേക്കാളേറെ എത്രയോ ഇരട്ടി സ്നേഹമാണ് നിങ്ങളുടെ റബ്ബിന് നിങ്ങളോടുണ്ടാവുക എന്നാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയുള്ള ദിനരാത്രങ്ങൾ 30 പൂർത്തിയാക്കാൻ, അതല്ലെങ്കിൽ 20-ന്റെ അന്ന് മാസത്തിൽ ദൃശ്യമായി തൊട്ടടുത്ത ദിവസം ശവ്വാൽ 1 പെരുന്നാൾ ആഘോഷിക്കാൻ ഞാൻ നിങ്ങളുണ്ടായിക്കൊള്ളണമെന്നില്ല. കിട്ടിയ അവസരങ്ങൾ പരമാവധി തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യ സഹജമായി വന്നുപോയ പാപക്കറകൾ മുഴുവനും മായ്ച്ചു കളയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ, ഇത് ഒരുപാട് വിഷയങ്ങൾ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. റസൂൽ പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്ർ, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട് രാവുകളിൽ ഇബാദത്തുകളിലായിരിക്കണം നമ്മൾ. വീട്ടിൽ വെറുതെ മടിപിടിച്ചുറങ്ങാതെ, വീട്ടിൽ സാധാരണ ജീവിതം നയിക്കാതെ
അങ്ങാടികളിലുള്ള സമയം ചിലവഴിക്കലൊക്കെ ഒന്ന് കുറച്ച് പരമാവധി പള്ളികളുമായും മതപരമായ വിഷയങ്ങളുമായിട്ടും ഇടപെട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെ ധാരാളമായി കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫി ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫി ഫലസ്തീൻ, اللهم انصر إخواننا في فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.